ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സത്യഭാമ രോഹിതിന്റെ പേരിൽ തുടങ്ങിയ ഈ ഒരു ബിസിനസ്സിൽ വലിയ പ്രശ്നങ്ങളാണ് ഇനി നേരിടേണ്ടി വന്നത്. കാര്യങ്ങൾ അറിഞ്ഞ രോഹിത് ഉടൻ തന്നെ സുസ്മിതയുടെ അരികിലെത്തി. എന്നിട്ട് എല്ലാ കാര്യവും പറയുമ്പോൾ സുസ്മിത പുച്ഛിച്ചു തള്ളുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് രോഹിതിന് വല്ലാണ്ടങ്ങ് ദേഷ്യം വരുന്നു. എല്ലാം രോഹിതിന്റെ പേരിൽ മാത്രമാണ് തുടങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് മറ്റാരുടെയും പേര് പറയാനും സാധിക്കില്ലെന്നും രോഹിത് പറയുന്നു. അതിപ്പോ അവരുടെ മിടുക്ക് എന്നെ സുസ്മിത പറയുമ്പോൾ രോഹിത് പറയുന്നു, സുസ്മിത ഞാൻ അകപ്പെട്ട് നിൽക്കുകയാണ്, ഒന്ന് സഹായിക്കണം, ഏതെങ്കിലും രീതിയിൽ എന്നെ ഒന്ന് ഒഴിവാക്കി തരണം എന്ന് സംസാരിക്കുന്ന സമയത്ത് ചന്ദ്രബോസ് അവിടേക്ക് വന്നു. എന്താ പ്രശ്നം? ഇവൻ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? എന്തൊഴിവാക്കുന്ന കാര്യവാ? മരമുറി കേസ് അങ്ങ് ആടി ഉലഞ്ഞല്ലോ ചിറ്റപ്പ, ഇവൻ പകുതി ഉയിര് പോയി നിൽക്കുക, അകത്ത് പോകും എന്നുള്ളൊരു ഭയം എന്ന് സുസ്മിത പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ചന്ദ്രബോസ് പറയുന്നു, ആഹാ അത്രേ ഉള്ളോ കാര്യം? എടാ മോനെ, ഇത് വലിയ കേസൊന്നുമല്ല, ഒരു അന്വേഷണം ഉണ്ടാകും, പക്ഷേ ഇത് അകത്തു പോകുന്ന കാര്യമൊന്നുമല്ല. പകരം ഉണ്ടല്ലോ ഈട് വെച്ച സാധനം അങ്ങ് പോവും. സത്യാമ്മയുടെ വീട് പോവുമോ എന്ന് ഒരു ഞെട്ടലോടെ രോഹിത് ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു, എടാ അത് പോയാൽ നിനക്ക് എന്താടാ? നിനക്കായിട്ട് അവിടെ ഒരു പുണ്ണാക്കമില്ലാത്ത സ്ഥിതിക്ക് അത് ഇടിച്ചു പൊളിച്ച് അസ്ഥിവാരം തോണ്ടുന്നത് കണ്ട് സന്തോഷിക്കല്ലേടാ വേണ്ടത്? അല്ല, അത് പറ്റില്ല, ഒരുപാട് സങ്കടങ്ങൾ എനിക്ക് തീർത്തു തന്ന വീടാണ് അത്. ഞാനൊരു അനാഥനല്ല എന്ന് ഒരിക്കൽ അറിയിച്ചു തന്ന വീടാണ്. അത് ഇടിച്ചു പൊളിച്ച് കളയുന്നത് ഓർക്കുമ്പോൾ ചങ്കിനകത്തുനിന്ന് തീയാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ പറയുന്നുണ്ട് രോഹിത്. എന്നാൽ രോഹിത് പറയുന്ന ഈ ഒരു കാര്യം സുസ്മിതയ്ക്കും ചന്ദ്രബോസിനും അങ്ങോട്ട് കേട്ടിരിക്കാൻ കഴിയുന്നില്ല. ദേഷ്യം വരുന്നുണ്ട് കേൾക്കുമ്പോൾ. അത് തടയാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഞാൻ കാല് പിടിക്കാം എന്നൊക്കെ രോഹിത് പറയുമ്പോൾ സുസ്മിത ദേഷ്യത്തോടെ പറയുന്നുണ്ട്, കണ്ടോ ചിറ്റപ്പ, രോഹിത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും സത്യഭാമയോടുള്ള ഭക്തിയും ബഹുമാനവും ഒക്കെ വളർന്ന് പന്തലിച്ച് അതുപോലെ നിൽക്കുക. കൂർ അവിടെയും ചോറിവിടെയുമാണോ? അങ്ങനെ ചിന്തിക്കേണ്ട, ആ വീടിനൊരു ബന്ധം അത്രേ ഉള്ളൂ എന്ന് രോഹിത് പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട്, എങ്കിലേ ആ വീട് നിന്റെ പേരിലങ്ങ് വാങ്ങിച്ചു തന്നാലോ? എടാ, നിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീടല്ലേ, അത് നിന്റെ പേരിൽ എഴുതി ഒപ്പിട്ട് തരുന്നോണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നാ ചോദിച്ചത്. അതില്ല, ആ വീട് എനിക്ക് അന്യാധീനപ്പെട്ട് പോവരുതെന്ന് രോഹിത്. കണ്ടോ ചിറ്റപ്പ, നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് രോഹിതിന്റെ മനസ്സിൽ, പക്ഷേ ഒരു വളഞ്ഞ വഴിയിലൂടെ ചിന്തിച്ചെന്ന് മാത്രം. എന്നാ പിന്നെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയാം എന്ന് ചന്ദ്രബോസ് പറയുന്നു. എടാ, ആ വീടും പറമ്പും സർക്കാർ ജപ്തി ചെയ്താൽ സർക്കാർ തന്നെ അത് ലേലത്തിലെടുക്കും. ആ ലേലം നമ്മൾ തന്നെ പിടിക്കും, ഉപേന്ദ്രന്റെ സഹായത്തോടെ. എന്നിട്ടത് നിന്റെ പേരിലേക്ക് ആക്കി തരും. സ്വപ്നം കണ്ട വീട് സ്വന്തം കൈവെള്ളയിലേക്ക് ഒരു മുതൽ മുടക്കവുമില്ലാതെ വന്നു ചേരുന്നത്, അതാണ് ഞങ്ങളുടെ ഒരു കളി. അപ്പോ കോൾ അടിച്ചല്ലോ, സമ്പത്തും ഐശ്വര്യവും ഒരു പ്രശ്നവുമില്ലാതെയാണല്ലോ വന്നു ചേരുന്നത് എന്ന് സുസ്മിത പറയുന്നു. എല്ലാത്തിനും സ്മരണ വേണം കേട്ടോ, സ്മരണ എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ ഇതെല്ലാം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുകയാണ് രോഹിത്തിന്റെ. അതുണ്ടാകും എന്ന് രോഹിതും പറഞ്ഞു. കൊള്ളാം, നല്ല തീരുമാനം രോഹിത്തെ, ഞങ്ങളുടെ ഒപ്പം നിന്നാലേ നീ സ്വപ്നം കാണാത്ത പലതും നിന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതങ്ങ് കൂടെ നിന്ന് തൊണ്ട തൊടാതെ വിഴുങ്ങിയാ മതി എന്നെ സുസ്മിത പറയുമ്പോൾ രോഹിത് പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഞാനാക്കിയതും എന്നെ ശരിക്കും അറിയാൻ ശ്രമിച്ചതും നിങ്ങൾ രണ്ടുപേരും മാത്രമാണ്. മരണം വരെ ഞാനത് മറക്കില്ല. അപ്പോൾ സത്യഭാമയുടെ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഒരുക്കി തുടങ്ങി. ഇനിയുള്ളത് കലിയാണ്, കലിയുടെ കളിയാട്ടം. മാറി നിന്ന് നമുക്ക് ഇനി ആട്ടം കാണാം, കലിയുടെ എല്ലാം സംഹരിക്കുന്ന ഒടുക്കത്തെ ആട്ടം എനിക്ക് സുസ്മിത പറയുന്നു. അത് കേട്ട് സന്തോഷത്തോടെ രോഹിതും ചന്ദ്രബോസും നിൽക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വിഷ്ണു പപ്പിയുമായിട്ട് ശാലിനിയുടെ അരികിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നോക്കിയിട്ടും ശാലിനി ഫോൺ എടുക്കുന്നില്ല. കാരണം ഫോണ് ആ കളക്ടർ ഓഫീസിൽ വെച്ചിട്ടാണ് ശാലിനി പോയിരിക്കുന്നത്. ശാലിനി എങ്ങോട്ടാണ് പോയത് എന്നറിയാതെ വിഷ്ണു ശാലിനിയെ തിരക്കി ഇറങ്ങി. വിഷ്ണു പപ്പിയുമായി നേരെ വന്നിരിക്കുന്നത് കുടുംബശ്രീ ശാരദയുടെ വീട്ടിൽ. അവിടെ ശാന്ത മുറ്റത്ത് നിൽക്കുന്നു. ശാന്ത അവരെ കണ്ടപ്പോൾ ഒരു പുഞ്ചിരിയുമായി നിൽക്കുന്നു. ഹായ് ശാന്താൻറ്റി എന്ന് പറഞ്ഞ് പപ്പി ഓടിവന്ന ശാന്തയെ കെട്ടിപ്പിടിക്കുന്നു. വിഷ്ണു നോക്കുമ്പോൾ വീട് തുറന്നു കിടക്കുന്നത് കാണുന്നു. വിഷ്ണു കുഞ്ഞെ കയറിയിരിക്കെ ശാരദാമ്മ സത്യമോളെ വിളിക്കാൻ പോയിരിക്കുകയാണ് എന്ന് ശാന്ത പറയുമ്പോൾ അവർ വരാൻ വൈകുമോ എന്ന് വിഷ്ണു ചോദിക്കുന്നു. അറിയില്ല, പോയിട്ട് കുറച്ചു നേരമായി, ചിലപ്പോൾ ഇപ്പോൾ വരുമായിരിക്കും എന്ന് ശാന്ത പറഞ്ഞു. എന്തെങ്കിലും പറയണോ എന്ന് ചോദിക്കുമ്പോൾ ശാലിനി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വിഷ്ണു. ശാലിനി കുഞ്ഞ് ജോലി കഴിഞ്ഞ് വരാറായിട്ടില്ലെന്ന് ശാന്ത പറഞ്ഞു. അത് ചിലപ്പോൾ ഇരുട്ടിയിട്ടേ വരൂ, എന്തെങ്കിലും മീറ്റിങ്ങോ മറ്റോ ഉണ്ടെങ്കിൽ കുറച്ച് ലേറ്റ് ആവുകയും ചെയ്യുമെന്നൊക്കെ ശാന്ത പറയുന്നുണ്ട്. ശാലിനി അവിടെ നിന്നിറങ്ങി ഇങ്ങോട്ട് വന്നിട്ടുമില്ല, പിന്നെ എവിടെ പോയി എന്നൊക്കെ വിഷ്ണു വിചാരിക്കുന്നുണ്ട് ടെൻഷനോടെ. പോകാൻ സാധ്യതയുള്ളത് എവിടെയാ, ആരോട് പോയി ചോദിക്കും, അനുവിൻ്റെ അടുത്തൊന്ന് ചോദിച്ചാലോ എന്നൊക്കെ വിഷ്ണു വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ടെൻഷനോടെ വിഷ്ണു വീണ്ടും ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അനു ഫോൺ എടുത്തു. ശാലിനി വിളിച്ചിരുന്നോ എന്ന് വിഷ്ണു ചോദിക്കുന്നു. ഇല്ല എന്ന് അനുവും. ഇവിടെ വീട്ടിലെത്തിയിട്ടില്ല, പിന്നെ എവിടെ പോയെന്ന് ഒരറിവുമില്ല. അനുവിന് അറിയാമോ പോയിരിക്കാൻ സാധ്യതയുള്ള എവിടെയെങ്കിലും?
അങ്ങനെ പോയിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ബന്ധുക്കളൊന്നും ഇവിടെ ഇല്ല, പരിചയക്കാരും സുഹൃത്തുക്കളും ഒന്നും ഇവിടെ ഇല്ല എന്ന് അനു പറയുന്നുണ്ട്. എന്നാലും ഒന്ന് അന്വേഷിക്കണം, എന്തെങ്കിലും സൂചന കിട്ടിയാൽ വിളിച്ചറിയിക്കണേ എന്ന് വിഷ്ണു പറയുന്നുണ്ട്. സാറ് ടെൻഷൻ അടിക്കേണ്ട, കുറച്ച് കഴിയുമ്പോൾ മേഡം അവിടേക്ക് വന്നോളും എന്ന് അനു പറഞ്ഞു. എനിക്ക് 2-3 പേരെ കാണാനുണ്ട്, അതുകൊണ്ട് പപ്പിമോൾ ഇവിടെ നിൽക്കട്ടെ, ഞാൻ വൈകിട്ട് വീട്ടിൽ കുറച്ച് കഴിയുമ്പോൾ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് വിഷ്ണു ശാന്തയോട് പറയുന്നുണ്ട്. മോളെ, വിഷ്ണു അച്ഛൻ പോയിട്ട് പെട്ടെന്ന് വരാം, പിന്നെ ശാരദാമ്മയും സത്യമോളും ഇപ്പോൾ വരും. സത്യ വന്നാൽ പിന്നെ മോൾക്ക് സത്യയോടൊപ്പം കളിക്കാലോ എന്ന് വിഷ്ണു പറയുമ്പോൾ പപ്പി പറയുന്നു, അതിനെന്താ, വിഷ്ണു അച്ഛൻ പോയിട്ട് വാ, ഞാൻ ഇവിടെ നിന്നോളാം. പപ്പിക്കൊരു ചുംബനവും കൊടുത്തിട്ടാണ് വിഷ്ണു പോകുന്നത്. ഈ സമയം സത്യയുമായിട്ട് ശാരദാമ്മയും വന്നിട്ടുണ്ട്. പപ്പിയെ കാണുമ്പോൾ തന്നെ ശാരദാമ്മ സന്തോഷത്തോടെ അവിടെ നിൽക്കുകയാണ്. പപ്പി എന്ന് പറഞ്ഞ് സത്യ സന്തോഷത്തോടെ പപ്പിയുടെ അരികിലേക്ക് ചെന്നു. മോളെ, ആരുടെ കൂടെയാ വന്നത് എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ വിഷ്ണു അച്ഛൻ്റെ കൂടെയാണെന്ന് പപ്പി പറയുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ എവിടെയെന്ന് ചോദിക്കുന്നു. ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് എന്നൊക്കെ ശാന്ത പറയുന്നു. നിങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടൊക്കെയാണോ വന്നത് എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ പപ്പി പറയുന്നുണ്ട്, വീട്ടിൽ പറഞ്ഞിട്ടൊക്കെയാണ് വന്നതെന്ന്. എന്നാൽ പിന്നെ 2 പേരും പോയി കളിച്ചോ എന്ന് ശാരദാമ്മയും. അങ്ങനെ പപ്പിയും സത്യയും മുറിയിലേക്ക് ഓടിപ്പോകുന്നു. എന്തിനായിരിക്കും വിഷ്ണു വന്നത്, പപ്പിയും കൊണ്ടിങ്ങനെ വരാത്തതാണല്ലോ, നിന്നോട് വല്ലതും പറഞ്ഞോ ശാന്തേ എന്ന് ശാരദാമ്മ ചോദിക്കുന്നു. ഒന്നും പറഞ്ഞില്ല എന്ന് ശാന്തയും പറയുന്നുണ്ട്. ഈശ്വര, കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മ. വിഷ്ണു ശാലിനിയെ അന്വേഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കമലിനെ കാണുന്നുണ്ട്. ഒരു ബീച്ചിനരികിൽ വെച്ചാണ് കമലിനെ കാണുന്നത്. എന്താ ആശാനെ ഒരു പന്തികേട് പോലെ എന്ന് കമലൻ ചോദിക്കുമ്പോൾ, എടാ വഴിയിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടായി എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ കമലൻ പറയുന്നുണ്ട്, അതെനിക്ക് മുഖം കണ്ടപ്പോഴേ തോന്നി, എന്റെ നാവാടാ ചരിച്ചത്, ഇപ്പോഴും അത് തന്നെ സംഭവിച്ചു എന്ന് വിഷ്ണു. ആശാൻ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് കമലൻ. ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പെയാണ് ശാലിനി പോയത്, പക്ഷേ സംസാരിച്ചതുമില്ല, കൈവിട്ടു പോയി. ഇനിയിപ്പോൾ അതിൽ നിന്ന് കരകയറാനുള്ള നെട്ടോട്ടമാണെന്നൊക്കെ വിഷ്ണു. അവളിപ്പോൾ ഓഫീസിൽ നിന്ന് രാജിക്കത്ത് എഴുതി എങ്ങോട്ടോന്നില്ലാതെ എവിടെയോ പോയി, അവൾ ഫോൺ പോലും എടുക്കുന്നില്ലടാ, ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയാണ് അന്വേഷിക്കേണ്ടത് എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ കമലൻ പറയുന്നുണ്ട്, എൻ്റെ ആശാനെ, ശാലിനി എഴുതിയ പോലെ ഒരാൾ ഫോണും എടുക്കാതെ രാജിക്കത്തും കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അപകടത്തിലേക്ക് തന്നെയാണ്. കമലൻ വിഷ്ണുവിനെ വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേസമയം ശാലിനിയും ബീച്ചിലെത്തിയിരിക്കുകയാണ്. ശാലിനി വിഷ്ണു എന്ന ആ ഒരു ബോർഡുമായിട്ട് കടലിലേക്ക് നടന്നെടുക്കുകയാണ് ശാലിനി. ശാലിനി കുറേ കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് കടലിലേക്ക് നടന്നെടുക്കുന്നത്. വിശ്വാസം അത് നഷ്ടപ്പെടുമ്പോൾ ഇതുപോലെ ഓരോ ജീവനും നഷ്ടപ്പെടും. വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ സ്ഥാനമില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തിനായി ഈ ലോകം, ഈ ചുറ്റുപാടും എല്ലാം ഞാനും അവസാനിപ്പിക്കാം. അങ്ങനെ ശാലിനി അന്വേഷിച്ച് വിഷ്ണു പോയിക്കൊണ്ടിരിക്കുന്ന സമയം വിഷ്ണുവിനെ കാണാതെ വല്ലാത്ത ടെൻഷൻ ആവുകയാണ് സത്യഭാമ. വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും വിഷ്ണു ഫോൺ എടുക്കുന്നില്ല. വിഷ്ണു എവിടെ പോയെന്ന് അറിയാതെ വളരെ ടെൻഷനിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഭാമ. രോഹിത് എന്തിയടി എന്ന് ഭാമ ഇപ്പോൾ ശ്യാമയോട് ചോദിക്കുമ്പോൾ, ഇതുവരെ വന്നിട്ടില്ല സത്യമേ എന്ന് ശ്യാമ പറഞ്ഞു. ആ കമലനെ പോലും വിളിച്ചിട്ട് കിട്ടുന്നില്ല, മനസ്സിൽ വല്ലാത്തൊരു വിയപ്പുമുട്ടൽ, എന്താണ് എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കുന്നത് പോലെ. ആ ശാലിനി വിഷ്ണു IAS എഴുതിയ ആ ഒരു ബോർഡ് തിരയിൽ ഇങ്ങനെ കരയിലേക്ക് അടിച്ച് കയറ്റുന്നുണ്ട്. ഇതേസമയം കടൽ തീരത്തൊരാൾ കിടക്കുന്നു, ചുറ്റിലും ആൾക്കാരും കൂടിയിരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.